ജില്ലയിലെ കൊയ്ത നെല്ലിന്റെ സംഭരണം ഊർജിതമാക്കാൻ മില്ലുടമകളുമായി ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ കളക്ടറേറ്റിൽ കൂടിയ ഉന്നത ഉദ്യോഗസ്ഥതല യോഗം തീരുമാനിച്ചു. നെല്ല് താമസം കൂടാതെയും തടസ്സമില്ലാതെയും സംഭരിക്കുമെന്ന് മില്ലുടമകളുടെ പ്രതിനിധികൾ യോഗത്തിൽ ഉറപ്പു നൽകി. 100 കൃഷിക്കാരുള്ള പാടശേഖരത്തിന് 1 എന്ന നിലയിൽ കർഷകരും പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും നിശ്ചയിക്കുന്ന പാടശേഖരത്തിലെ നെല്ല് ഗുണനിലവാര പരിശോധനയ്ക്ക് വിധേയമാക്കിയായിരിക്കും ആവശ്യമെങ്കിൽ കിഴിവ് നിശ്ചയിക്കുകയെന്നും യോഗത്തിൽ തീരുമാനിച്ചു. ജില്ലയിലെ കൊയ്ത്ത് നെല്ല് സംഭരണം ഊർജിതമാക്കാൻ മില്ലുടമകളുമായി ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ കളക്ടറേറ്റിൽ കൂടിയ ഉന്നത ഉദ്യോഗസ്ഥതല യോഗം തീരുമാനിച്ചു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനാണ് മില്ലു ഉടമകളുമായി അടിയന്തര യോഗം ചേർന്നത്. നെല്ല് താമസം കൂടാതെയും തടസ്സമില്ലാതെയും സംഭരിക്കുമെന്ന് മില്ല് ഉടമകളുടെ പ്രതിനിധികൾ യോഗത്തിൽ ഉറപ്പു നൽകി. 100 കൃഷിക്കാരുള്ള പാടശേഖരത്തിന് 1 എന്ന നിലയിൽ കർഷകരും പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും നിശ്ചയിക്കുന്ന പാടശേഖരത്തിലെ നെല്ല് ഗുണനിലവാര പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കും. ആവശ്യമെങ്കിൽ ഇങ്ങനെയാണ് കിഴിവ് നിശ്ചയിക്കുക. തർക്കമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ കൃഷിക്കാരെയും മില്ലുകാരെയും മുഖവിലക്കെടുത്ത് നെല്ല് സംഭരണത്തിന് അനുയോജ്യമായ തീരുമാനമെടുക്കുന്നതിന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും PMAമാരും പൂർണ്ണ സഹകരണം നൽകാനും യോഗം തീരുമാനിച്ചു. നെല്ലിന് കിഴിവ് നൽകുന്നത് സംബന്ധിച്ച് സ്ലാബ് നിശ്ചയിച്ച് 1 മാസത്തിനകം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയ്ക്ക് നൽകുമെന്ന് യോഗത്തിൽ മില്ല് ഉടമകളെ അറിയിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ സപ്ലൈകോ ചെയർമാൻ PB നൂഹ്, കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പിളി, മാനേജർ പാഡി പ്രൊക്യൂർമെന്റ് വിഭാഗം K അനിത, മില്ലുടമ സംഘടനാ പ്രതിനിധികൾ, മില്ലുടമകൾ, വിവിധ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. തീരുമാനം സംബന്ധിച്ച് കൃഷിമന്ത്രി P പ്രസാദ്, ഭക്ഷ്യ വകുപ്പ് മന്ത്രി GR അനിൽ എന്നിവരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് മില്ലുടമകളുമായി പ്രത്യേക യോഗം ചേർന്നത്. ന്യൂസ് ഡെസ്ക്.